ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1998 ഒരു സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ 6 Days 7 Nights എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു ദ്വീപിൽ അവധി ആഘോഷിക്കാൻ വേണ്ടി തന്റെ കാമുകനുമായിട്ട് പോകുന്ന ഹീറോയിൻ ആ ഒരു ദ്വീപിൽ പെട്ടുപോകുന്നു. പക്ഷേ കൂടെയുള്ളത് തന്റെ കാമുകനല്ല, വേറൊരാളാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും ആ ഒരു ദ്വീപിൽ നിന്നും എങ്ങനെയെല്ലാം സർവൈവ് ചെയ്ത് പുറത്തേക്ക് വരുന്നു എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണിത്. അപ്പോൾ ഈ ഒരു മൂവി സജസ്റ്റ് ചെയ്തത് 666 സാത്താൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും വേറൊരു ചാനലും ഈ ഒരു വീഡിയോ അങ്ങനെ അധികം കണ്ടില്ല. അപ്പോൾ എന്തായാലും ചെയ്യാന്ന് വെച്ചു. നിങ്ങൾ ആരും ഈ ഒരു മൂവി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അധികം സംസാരിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള റോബിയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ അമേരിക്കയിലെ അത്ര അറിയപ്പെടുന്ന ഒരു ന്യൂസ് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത്രയും വലിയൊരു കമ്പനിയിൽ ജോലിയാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത്രയും ബോറിംഗ് ആയിട്ടുള്ള ലൈഫാണ് ഇപ്പോൾ തന്നെ. കാരണം എല്ലാ ദിവസവും ജോലി, പലയിടങ്ങളിൽ പോയിട്ട് ന്യൂസ് ശേഖരിക്കണം, അത് അപ്ഡേറ്റ് ചെയ്യണം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതമാണ് അവൾക്ക്. അതുപോലെ നമ്മുടെ ഹീറോയിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അവന്റെ പേര് ഫ്രാങ്ക് എന്നാണ്. അങ്ങനെ ആ ഒരു ബോയ് ഫ്രണ്ടായിട്ട് അവളൊരു പാർട്ടിയിലിരുന്ന് ഫുഡെല്ലാം കഴിക്കുന്ന സമയത്താണ് ഫ്രാങ്ക് പറയുന്നത്, ഞാനൊരു പ്ലാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ഒരാഴ്ച ഈ ഒരു ദ്വീപിലേക്ക് പോയാലോ? 6 ദിവസവും 7 രാത്രിയും നമുക്ക് എല്ലാ വർക്ക് പ്രഷറും മറന്ന് കുറച്ച് നല്ല രീതിയിൽ അവിടെ പോയി ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാം. നീ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആയാലും ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെ അടുത്ത ദിവസം തന്നെ ഇവർ രണ്ടുപേരും ഒരാഴ്ചത്തേക്കുള്ള ലീവ് എടുത്ത് ഇവിടെ നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് ബാഗ് എല്ലാം ആയിട്ട് നേരെ എയർപോർട്ടിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് അവിടേക്ക് പോകാനായിട്ട് ഒരു പ്ലെയിൻ വേണം. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആയാലും അത്രയും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കാരണം തന്റെ ബോയ് ഫ്രണ്ട് അത്രയും നല്ലൊരു പ്ലെയിനും കൊണ്ടുവന്നിട്ട് അതിൽ കയറി ഇവിടെ നിന്ന് പോകുന്നു എന്നുള്ള ആ ഒരു കാര്യമെല്ലാം ആലോചിച്ച് അവർ പോകാനായിട്ടുള്ള ആ ഒരു പ്ലെയിനിനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഇത് ആക്രമിക്ക് കൊടുക്കാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു പ്ലെയിൻ അത് ഓടിക്കുന്നത് ഒരു വയസ്സായിട്ടുള്ള ഒരാള്, അത് വേറെ ആരുമല്ല, നമ്മുടെ ഈ മൂവിലെ ഹീറോയുടെ പേര് ഹാരിസ്. അതുപോലെ ഇപ്പൊ ഈ ഒരു പ്ലെയിനിൽ നിന്നും തുള്ളിയായിട്ട് ഓയിലെല്ലാം താഴേക്ക് വീഴുന്നു. അപ്പൊ ഹീറോയിൻ അവിടേക്ക് വന്നിട്ട്, അല്ല സാർ, ഇവിടേക്ക് ഒരു പ്ലെയിൻ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഇതുവരെ വന്നില്ലേ ചോദിക്കുമ്പോൾ, അല്ല നിങ്ങളാണോ ഈ ഒരു ദ്വീപിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നത്? ഓക്കെ, ഒരു 10 നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇപ്പൊ വരാന്ന് പറയുമ്പോൾ ഹീറോയിൻ ആയാലും ഈ ഒരു പാട്ടയും കൊണ്ടാണോ വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അവള് നേരെ ഫ്രാങ്കിന്റെ അടുത്തേക്ക് ചെന്നിട്ടാണ്, അല്ല ബേബി, ഇതാണോ നമ്മൾ പോകാനുള്ള ആ ഒരു പ്ലെയിൻ, ഇതിലെങ്ങനെ അവിടെ എത്തുമെന്ന് ചോദിക്കുമ്പോൾ ഫ്രാങ്ക് പറയും, ഇപ്പൊ തന്നെ നമുക്ക് മറ്റുള്ള ഫ്ലൈറ്റുകളൊന്നും പിടിക്കാനായിട്ട് കഴിയത്തില്ല, കാരണം അവിടേക്കുള്ള ബുക്കിംഗ് എല്ലാം അവസാനിച്ചു, അതുകൊണ്ട് ഇത് മാത്രമേ കിട്ടിയുള്ളൂ. ഇനി ഇതുകൂടി മിസ്സായി കഴിഞ്ഞാൽ ആ ഒരു ദ്വീപിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് വേറെ വഴിയില്ല, നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഹീറോയിൻ ആയാലും എന്തായാലും അവിടേക്ക് പോയാലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇവര് ആ ഒരു പ്ലെയിനിലേക്ക് കയറിയിരിക്കുമ്പോൾ ഇപ്പോൾ ഡ്രൈവർ ആയിട്ടുള്ള നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് മറ്റൊരു പെണ്ണും കയറി വരുന്നുണ്ട്. അവളുടെ പേര് അഞ്ജലിക എന്നാണ്. ഹീറോയ്ക്ക് ഒരു അസിസ്റ്റന്റ് പോലെയാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ അവസാനം ഇവർ 4 പേരും കൂടി ആ ഒരു പ്ലെയിനിൽ കയറിയിട്ട് ഈ ഒരു ദ്വീപിലേക്ക് പോവാണ്. അങ്ങനെ ആ ഒരു ദ്വീപിൽ വന്നതിന് ശേഷം നമ്മുടെ ഹീറോയിൻ അവളുടെ ബോയ് ഫ്രണ്ട് ഫ്രാങ്ക് രണ്ടുപേരും അത്ര റൊമാൻറ്റിക് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പകൽ മുഴുവനും അവിടെ എല്ലാം ചുറ്റി നടന്ന് രാത്രിയിലെ ഒരു പാർട്ടിക്കായിട്ട് ഇവർ രണ്ടുപേരും പോകുമ്പോഴത്തേക്കാണ് അവിടെ വെച്ച് ഫ്രാങ്ക് നമ്മുടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുന്നു. ഇത്രയും നാൾ ഇവർ രണ്ടുപേരും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആ ഒരു രീതിയിലാണ് നടന്നിരുന്നത്. പക്ഷെ ഇനി മുതൽ അവളെ എന്തായാലും അവൻ കല്യാണം കഴിക്കാമെന്നുള്ള രീതിയിൽ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഹീറോയിനായാലും അത് ഇഷ്ടപ്പെട്ട് അവൾ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുകൂടി നമ്മുടെ ഹീറോയിൻ പറയുമ്പോഴത്തേക്കും ഇത് കേട്ട ഫ്രാങ്കിനാണെങ്കിലും അത്രയും സന്തോഷമായിട്ട് രണ്ടുപേരും അവിടെയുള്ള ആ ഒരു ബാറിൽ നല്ലതുപോലെ ഡാൻസ് എല്ലാം ചെയ്ത് ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവർ കഴിക്കാനായിട്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട്, ഹായ് മാഡം, എങ്ങനെയുണ്ട് ഈ ഒരു ദ്വീപ് കാര്യങ്ങളെല്ലാം? ഈ ഒരു ദ്വീപിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, കാരണം ഒരു 5-6 വർഷമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് പോകാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ വേറെയുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനോട് പറഞ്ഞു കൊടുക്കാണ്. അതുമല്ല ഹീറോ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, കാരണം ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവരെ തിരിച്ചുകൊണ്ട് പോകാൻ പോകുന്നതും ഹീറോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റൂമിലാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടേക്ക് വന്ന് എന്നെ വിളിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും രാത്രിയിൽ നേരെ റൂമിലേക്ക് പോയിട്ട് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ രണ്ടുപേരും സൺബാത്ത് ചെയ്യാൻ വേണ്ടി ആ ഒരു ബീച്ചിൽ ഇങ്ങനെ കിടക്കാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു ലേഡി വന്നിട്ട്, മേഡം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കോൾ വന്നിട്ടുണ്ട്, ഒന്ന് വരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനായാലും ഇതാരാന്നും പറഞ്ഞ് നേരെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് വേറെ ആരുമല്ല, ഹീറോയിൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസിലെ മാനേജറാണ്. അവരിപ്പോ ഹീറോയിനെ വിളിച്ചിട്ട്, റോബി, എനിക്കറിയാം ഇപ്പോൾ നിനക്കിതൊരു ശല്യമായിക്കുമെന്ന്, കാരണം നീ ലീവ് എടുത്തിട്ടാണ് പോയത്, ഇതിനിടയിൽ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ ഇത് നീ ചെയ്തേ പറ്റും ഞങ്ങൾക്ക് വേണ്ടി. അല്ല എന്തു പറ്റി? അല്ല നീ നിൽക്കുന്ന ആ ഒരു ദ്വീപില്ലേ, അതിനടുത്തായിട്ട് മറ്റൊരു ദ്വീപുണ്ട്, ആ ഒരു ദ്വീപിൽ ഒരു വലിയ സെലിബ്രിറ്റി വന്നിട്ടുണ്ട്. അതുമല്ല ആർക്കും ഇതുവരെയും ആ ഒരു സെലിബ്രിറ്റിയെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നീ ഇപ്പോൾ കുറച്ച് അടുത്തായതുകൊണ്ട് തന്നെ അത് നിന്നെ കൊണ്ട് കഴിയും. നിനക്കാകുമ്പോഴത്തേക്കും അവിടേക്ക് പോയിട്ട് അയാളെ ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്യാൻ കഴിയും, പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ആദ്യം അതിന് സമ്മതിക്കത്തില്ല, അവള് പോകത്തില്ല എന്ന് തന്നെ പറയത്തുള്ളൂ. പക്ഷെ അവരാണെങ്കിലോ കുറേ നേരം സംസാരിച്ച് അവസാനം അവരെ കൊണ്ട് ഈ ഒരൊറ്റ തവണത്തേക്ക് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ നിന്നെ ഞാൻ ശല്യപ്പെടുത്തത്തേയില്ല, പ്ലീസ് ഒരൊറ്റ ദിവസത്തേക്ക് മാത്രം, ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പോകാനായിട്ട് എന്നെല്ലാം പറഞ്ഞ അവസാനം നമ്മുടെ ഹീറോയിൻ അതിന് സമ്മതിക്കുകയാണ്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ പോകുന്നത് ഹീറോ എന്നുള്ള ഒരു റൂം ഉണ്ടല്ലോ അവിടേക്കാണ്. അവിടെ ചെന്ന് ഹീറോയെ വിളിക്കുമ്പോഴത്തേക്കും ഹീറോ എന്തു പറ്റി? ഇല്ല, ഇവിടെ അടുത്തായിട്ടൊരു ദ്വീപുണ്ട്, അവിടേക്ക് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം, പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരാം, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവനായാലും ഓക്കെ പറയുന്നതും അത് കഴിഞ്ഞ് ഹീറോയിൻ തന്റെ ബാഗ് എല്ലാം പാക്ക് ചെയ്യാനായിട്ട് ഫ്രാങ്ക് ഉണ്ടല്ലോ അവന്റെ അടുത്തേക്ക് വന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ അവനായാലും എന്താ ബേബി ഇത്, ഇപ്പൊ ഒരു വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് വന്നിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് പോകണമെന്നോ? ഓക്കെ, എന്തായാലും ഞാനിപ്പോൾ നിന്നോടൊപ്പം വന്നു കഴിഞ്ഞാലും അവിടെയും നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നീ ഇന്റർവ്യൂ എടുക്കും, ഞാൻ വെറുതെ അവിടെ നോക്കിയിരിക്കണം, എന്റെ സമയം വെറുതെ പോകത്തേയുള്ളൂ, അതുകൊണ്ട് എന്തായാലും നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നും പറഞ്ഞ് ഇപ്പോൾ ഹീറോയിനും അത് ഓക്കെ ആയിട്ട് തോന്നിയിട്ട് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും നമ്മുടെ ഹീറോയിൻ ഹീറോ ഇവർ രണ്ടുപേരും ആ ഒരു പ്ലെയിനിൽ ഇപ്പൊ അടുത്ത ആ ഒരു ദ്വീപിലേക്ക് പോകാനായിട്ട് പോവാണ്. അതേസമയം ഇവിടെ ആ ഒരു ദ്വീപിലുണ്ടല്ലോ ഈ ഒരു ബോയ് ഫ്രണ്ട് രാത്രിയാകുമ്പോഴത്തേക്ക് എന്തോ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോയോടൊപ്പം വേറൊരു പെണ്ണുണ്ടായിരുന്നല്ലോ അഞ്ജലിക്ക എന്ന് പറഞ്ഞിട്ട്, ആ ഒരു പെണ്ണ് സ്റ്റേജിൽ ഈ ബിക്കിനിയെല്ലാം ഇട്ട് നല്ലതുപോലെ ഡാൻസ് ചെയ്യുന്നത് കാണുമ്പോൾ അത് കണ്ട് ആകർഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോയിനും ആ ഒരു പ്ലെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്ത് ഇടിയും മിന്നലും അതുപോലെ നല്ല മഴ പെയ്യാൻ പോകുന്നത് പോലെ. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് ചെറിയ രീതിയിൽ പേടിയായിട്ട് അവൻ ഈ ഒരു വെതർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ച് ഇന്ന് കാറ്റോ മഴയോ അങ്ങനെ എന്തെങ്കിലും വരാണ്ട് സാധ്യതയുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയും അതെ, നല്ല രീതിയിൽ കാറ്റും മഴയോ അടിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പോകുന്ന റൂട്ടിൽ പോവാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിനോട് ഹീറോ പറയുന്നുണ്ട്. അല്ല, നല്ല ഇടിയും മിന്നലും ഉണ്ട്, ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനായാലും ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് ഓക്കെ നമുക്ക് തിരിക്കാന്ന് പറഞ്ഞ് ഈ ഒരു പ്ലെയിനും തിരിച്ച് ഇവർ തിരിച്ചു വരികയാണ്. ആ ഒരു സമയത്താണ് പെട്ടെന്നൊരു ഇടി മിന്നല് ഇവരുടെ ആ ഒരു പ്ലെയിനിലേക്ക് വന്ന് അടിക്കുന്നതും ഇപ്പോൾ ആ ഒരു പ്ലെയിനിലെ സിസ്റ്റം മൊത്തമായിട്ടും അങ്ങ് ഓഫായി പോവാണ്. ഇപ്പോൾ ആരെയും കോണ്ടാക്ട് ചെയ്യാനോ വേറെ ഒന്നും കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു പ്ലെയിൻ ആയാലും പതിയെ താഴേക്ക് പോകുന്നു. ഇവരാണെങ്കിൽ ഇപ്പോൾ എവിടെ ലാൻഡ് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഹീറോ നോക്കുമ്പോഴത്തേക്കാണ് അടുത്ത് ഒരു ദ്വീപ് ഇങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അവിടേക്ക് ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞ് ഇവരങ്ങനെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ലാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ ഒരു പാറയുണ്ടായിരുന്നു. അതിലേക്ക് ഇതിന്റെ ആ ഒരു ടയർ വന്ന് ഇടിച്ചിട്ട് അവസാനം ആ ഒരു ഭാഗം പൊട്ടി ഈ ഒരു പ്ലെയിനിന്റെ നിയന്ത്രണം വിട്ട് കരയിലേക്ക് വന്ന് ഇടിച്ചങ്ങ് നിൽക്കാണ്. അതുപോലെ രാത്രി നല്ല മഴയായതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും ആ ഒരു പ്ലെയിനിൽ തന്നെ അന്നത്തെ രാത്രി കഴിയും. അതേസമയം ഇവിടെ ആ ഒരു ദ്വീപിൽ കാണിക്കുമ്പോൾ ഫ്രാങ്കും അഞ്ജലിക്കയും അടുത്ത ആ ഒരു ദ്വീപിലെ ഇവർ രണ്ടുപേരും എത്തിയോ ഇല്ലയോ എന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കാണ് അങ്ങനെ ഒരു പ്ലെയിൻ അവിടേക്ക് എത്തിയില്ല എന്നുള്ള കാര്യമാണ് അറിയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൂടി കേൾക്കുമ്പോഴത്തേക്കും ഫ്രാങ്കിന് അത്രയും ടെൻഷനായി. കാരണം അവൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണാണല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ ലവർ എവിടെ പോയി എന്നറിയാൻ വേണ്ടി എന്തായാലും അവരെ കണ്ടുപിടിക്കാം എന്നും പറഞ്ഞ് ഇവരൊരു ഹെലികോപ്റ്റർ ഈ ഒരു ദ്വീപിൽ നിന്ന് എടുത്ത് അതും കൊണ്ട് അവിടെ എല്ലാം നോക്കാണ്. കാരണം ഈ ഒരു ഫ്ലൈറ്റ് എവിടെയെങ്കിലും ആക്സിഡന്റ് ആയി വീണോ ഒന്നും അറിയത്തില്ലല്ലോ. അതേസമയം ഈ ഒരു ദ്വീപിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങി ഹീറോയിൻ പറയുന്നുണ്ട്, ഹേയ് എന്താ സംഭവിച്ചേ, നമുക്ക് ഈ ഒരു ദ്വീപിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയത്തില്ലേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഹീറോ പറയും അതൊരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമില്ല, കാരണം ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം ഇന്നലെ ആ ഒരു ഇടിയും മിന്നൽ അടിച്ചത് കൊണ്ട് തന്നെ ഇല്ലാണ്ടായിപ്പോയി, അതിനി പ്രവർത്തിക്കത്തില്ല, ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഇവിടേക്ക് വന്ന് നമ്മളെയും കൊണ്ട് പോവല്ലാതെ വേറെ ഒരു വഴിയില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തിൽ നമ്മുടെ ഹീറോയിൻ പറയും, ഓക്കെ ശരി, ഞാൻ നിങ്ങൾക്ക് കാശ് തന്നേലേ, കാശ് തന്നു കഴിഞ്ഞാൽ കസ്റ്റമറെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണം, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, പക്ഷെ ഇപ്പോൾ പകുതിയിൽ ഈ ഒരു അവസ്ഥയായി, അതുകൊണ്ട് എന്റെ പണം എനിക്ക് തിരിച്ചതാ, നീ എന്നെ പറ്റിക്കാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പണം എടുത്ത് കീറി അതിന്റെ പകുതി എടുത്ത് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ഹീറോ പറയും, നിന്നെ ഞാൻ പകുതി ദൂരം കൊണ്ടുപോയില്ലേ, അപ്പൊ ആ ഒരു പകുതി പണം എനിക്കിരിക്കട്ടെ എന്നും പറഞ്ഞ്. പിന്നെ അല്ലാണ്ട് ഇതുപോലൊരു അവസ്ഥയിൽ പെട്ടെടുക്കുമ്പോഴത്തേക്കാണ് പണവും കാര്യങ്ങളും ചോദിച്ച് ഇവളവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു ഷോപ്പിംഗ് നടത്താൻ പോകുന്നില്ല. അങ്ങനെ കുറെ നേരം അതും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കിടന്ന് വഴക്കുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിന് വെള്ളം കുടിച്ചോളാൻ വയ്യ. ഈ ഒരു കടൽ വെള്ളം എന്തായാലും രണ്ടുപേർക്കും കുടിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു ദ്വീപിൽ എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി രണ്ട് കന്നാസുമായിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു കാടിനകത്തേക്ക് കയറി പോകുന്നു. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഓക്കെ, വെള്ളം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ നേരെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കുറെ വെള്ളം ഇങ്ങനെ ശേഖരിച്ച് കരയിലേക്ക് വരുമ്പോൾ ഒരു കാട്ട് വന്നി അവിടേക്ക് വന്നിട്ട് ഹീറോയിനെ നോക്കി ഇങ്ങനെ നിൽക്കാണ്. ഹീറോയിൻ ആണെങ്കിൽ ഇതും കണ്ട് പേടിച്ച് നേരെ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങി ഇങ്ങനെ നിൽക്കും. അപ്പോഴാണ് ഹീറോ അവിടേക്ക് വന്നിട്ട് ആ ഒരു കാട്ട് വന്നി അവിടെ നിന്ന് ഓടിച്ചു വിടുന്നത്. പക്ഷേ വെള്ളത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു കാര്യം, ഹീറോയിന്റെ ഡ്രസ്സിനുള്ളിലേക്ക് ഒരു ചെറിയ പാമ്പ് കയറിപ്പോയി. ആഹാ, ഇനിയിപ്പോൾ ഇതെങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പേടിച്ച് ഹീറോയെ വിളിക്കുന്നതും ഹീറോ ഇത് കണ്ട് മനസ്സിലാക്കി നേരെ അടുത്തേക്ക് ചെന്നിട്ട് പാതിയെ ഉള്ളിലേക്ക് കൈയിട്ട് ആ ഒരു പാമ്പിനെ എടുത്തങ്ങ് കളയാണ്. ഇതുകൂടി ആകുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഇത്തിരി ജീവനെങ്കിലും തിരിച്ചു വരുന്നത്. അതുമല്ല ഇത്രയും നേരം ഹീറോയിട്ട് നല്ല വഴക്കായിരുന്നല്ലോ. ഈ ഒരു സംഭവം കൂടി കഴിയുമ്പോഴത്തേക്കും ഹീറോയിന്റെ മൈൻഡ് അങ്ങനെ മാറുന്നു. പതിയെ ഹീറോയെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഒന്നും പറയാനില്ല. അതുപോലെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവൾ ഈ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും പതിയെ സുഹൃത്തുക്കളായി മാറുകയാണ്. ആ ഒരു വഴക്കെല്ലാം ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അന്നത്തെ ദിവസം മുഴുവനായിട്ടും ഇവരുടെ വെയിറ്റ് ചെയ്തിട്ടും ഒരു ബോട്ട് ഇവിടേക്ക് വരുന്നത് പോലെ ഇവർക്ക് തോന്നില്ല. ഇനിയിപ്പോ വേറെ എന്ത് ചെയ്യാനായിട്ട്, ആരെങ്കിലും വരുന്നത് വരെ ഇവിടെ നിന്നേ പറ്റൂ. അങ്ങനെ ഇവർ ഇരിക്കുന്ന സമയത്താണ് അവിടെ കടൽക്കരയില് കുറെ മയിലുകൾ ഇങ്ങനെ നിൽക്കുന്നു. അതിനെ കാണുന്നതും വെറുതെ എവിടോ മയിലിന്റെ ഭംഗിയൊന്നും നോക്കാനല്ല നിൽക്കുന്നത്, എങ്ങനെയെങ്കിലും വിശപ്പകറ്റണം. അതുകൊണ്ട് ആ ഒരു മയിലിനെ എല്ലാം കൊന്നിട്ട്
ഇപ്പൊ അതിനെ ചുട്ട് കഴിക്കാണ് രാത്രിയില്. അപ്പൊ ഈ ഒരു കാരണങ്ങളെല്ലാം കൊണ്ട് ഹീറോയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഫുഡ് കൊടുക്കുന്നു, അവളെ സംരക്ഷിക്കുന്നു. അപ്പൊ ഇതെല്ലാം കാരണം ഹീറോയിനായാലും അല്ല, ഞാൻ വന്ന മുതൽ തന്നെ എന്നെ പറ്റിയാണ് കൂടുതലായിട്ടും പറയുന്നത്. നിങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ ഏകദേശം ഒരു 5 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. അതുപോലെ ഇതിനു മുന്നേ ഞാൻ ഒരു ബിസിനസ് ചെയ്യുമായിരുന്നു എൻ്റെ സുഹൃത്തിനോടൊപ്പം. കുറെ നാൾ ചെയ്തിട്ട് പിന്നീട് ആ ഒരു ബിസിനസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത് എൻ്റെ ഷെയർ മുഴുവൻ വിറ്റിട്ടാണ് ഞാൻ ഈ ഒരു പ്ലെയിൻ വാങ്ങി ഇവിടെ വന്ന് ഈ ഒരു ജോലി ചെയ്യുന്നത്. അതുപോലെ ഇത്രയും വർഷമായിട്ടും ഞാൻ ഈ ഒരു ദ്വീപിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഇപ്പോഴാദ്യമായിട്ടാണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു ദ്വീപിൽ പെടുന്നത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഹീറോയിൻ അല്ലെങ്കിൽ ഈ ഒരു പെണ്ണുങ്ങളെ കൊണ്ട് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷയുണ്ടേ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഹീറോ ആ ഒരു പ്ലെയിനിൽ നോക്കുമ്പോഴത്തേക്കാണ് ഒരു എയർ ബോട്ട് ഉണ്ട്. അത് ചെറുതാണ്, പക്ഷെ അത് വെച്ച് തുഴഞ്ഞ് എത്ര ദൂരം പോകാനാണ് അറിയത്തില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ദ്വീപിന്റെ മാപ്പ് ഉണ്ട്. അപ്പൊ ആ ഒരു മാപ്പ് എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ദ്വീപിലായിട്ട് ഒരു വലിയ മലയുണ്ട്. അതിന്റെ മുകളിൽ ഒരു സിഗ്നൽ പോർട്ട് ഉള്ളതായിട്ട് ഹീറോ മനസ്സിലാക്കും. ഓക്കെ, നമുക്ക് രണ്ടുപേർക്ക് അതിന് മുകളിലേക്ക് പോയിട്ട് ആ ഒരു പോർട്ട് തകർത്തു കഴിഞ്ഞാൽ അത് ശരിയാക്കാനായിട്ട് എന്തായാലും ഇവിടേക്ക് ആൾ വരുമല്ലോ, അവരോടൊപ്പം നമുക്ക് തിരിച്ചു പോവാം. ഇതല്ലാതെ നമുക്കിപ്പോൾ വേറെ വഴിയില്ല എന്നും പറഞ്ഞ് ഹീറോയിനെ കൂട്ടി ഇവർ രണ്ടുപേരും ആ ഒരു മലയുടെ മുകളിലേക്ക് കയറാണ്. നിസ്സാരാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നിസ്സാരമൊന്നുമല്ല, ഒരു 1.5 മലയാണ്. അതുകൊണ്ട് അത്രയും ദൂരം നടന്നു പോകണം. അങ്ങനെ കുറെ ദൂരം മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു ഭാഗത്ത് ഈ ഒരു മണ്ണെല്ലാം ഇടിഞ്ഞു പോകുന്നൊരു ഭാഗമുണ്ട്. അവിടെ നമ്മുടെ ഹീറോയിൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിൽ ചവിട്ടി നേരെ താഴേക്ക് ഒന്ന് വീഴുന്നു. അങ്ങനെ ഹീറോയും അവളെ രക്ഷിക്കാൻ വേണ്ടി പുറകെ തന്നെ വന്ന് അവസാനം നമ്മുടെ ഹീറോയിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന്റെ തലയിൽ ഒരു തേളിരിക്കുന്നു. ഇതുകൂടിയാവുന്നത് ഹീറോയിൻ അനങ്ങാൻ നിൽക്കുമ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അതിനെ പിടിച്ച് ദൂരേക്ക് ഒരു ഒറ്റ ഏറ്. അങ്ങനെ ഈ ഒരു ചെറിയ ചെറിയ കെയറിങ് എല്ലാം കാരണം കെയറിങ് ഏട്ടായിയെ ഹീറോയിൻ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ ഒരുപാട് ദൂരം നടന്ന അവസാനം ആ ഒരു മലയുടെ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഹീറോ പറഞ്ഞതുപോലെ ഒന്നുമില്ല. അപ്പോൾ ഹീറോ ആ ഒരു മാപ്പ് എടുത്ത് ഒന്നുകൂടി നോക്കുമ്പോഴത്തേക്കും തെറ്റുപറ്റിപ്പോയി. വേറെ ഒന്നുമല്ല, ഇവർ നോക്കിയത് ആ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ദ്വീപല്ല. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ദ്വീപുകൾ ഈ ഒരു കടലിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് തെറ്റിപ്പോയതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് രണ്ടുപേരും അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് ഇതേ അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഹീറോ അവന്റെ ബൈനോക്കുലർ എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് എന്താണെന്ന് വെച്ചാല് കുറെ ദൂരെയായിട്ട് ഒരു വലിയ കപ്പൽ വരുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കാണ് രണ്ടുപേർക്ക് സമാധാനമാവുന്നത്. അപ്പോൾ ഹീറോ പറയും, ശരി ബാ, നമുക്ക് പെട്ടെന്ന് പ്ലെയിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെയുള്ള ആ ഒരു ചെറിയ ബോട്ട് എടുത്ത് അവിടേക്ക് പോവാന്നും പറഞ്ഞ് രണ്ടുപേരും ആ ഒരു മലയുടെ മുകളിൽ നിന്നും പെട്ടെന്ന് താഴേക്ക് തന്നെ ഇറങ്ങാണ്. അങ്ങനെ ഒരു വിധത്തിൽ നേരെ താഴേക്ക് ആ ഒരു പ്ലെയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവരുടെ കയ്യിലുള്ള ആ ഒരു ബോട്ടുണ്ടല്ലോ അതെടുത്ത് അതിൽ ഏറം നിറച്ച് എങ്ങനെയെങ്കിലും ആ ഒരു ബോട്ടിൽ ഇവര് തുഴഞ്ഞ് ആ ഒരു കപ്പലിന്റെ അടുത്തേക്ക് പോന്നു. അങ്ങനെ കുറെ അടുത്തേക്ക് ചെന്നിട്ട് ഹീറോ ആ ഒരു ബൈനോക്കുലർ വഴി കപ്പലിനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കപ്പലിലുള്ള ഒരാള് വേറൊരാളെ ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. അതുപോലെ ഈ ഒരു കപ്പലിൽ നല്ലതുപോലെ കാണുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. സത്യത്തിൽ ഇത് സാധാരണ ഒരു കപ്പലല്ല, ഇത് കൊള്ളക്കാരുടെ കപ്പലാണ്. ഇവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അങ്ങോട്ട് പോണ്ടാന്ന് പറഞ്ഞ് രണ്ടുപേരും ബോട്ട് പെട്ടെന്ന് തന്നെ തിരിക്കുകയാണ്. കാരണം എത്രയും പെട്ടെന്ന് തിരിച്ചു പോയേ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവന്മാർ പിടിക്കും. അപ്പൊ ഇവര് രണ്ടുപേരും തിരിച്ചു പോകുമ്പോഴത്തേക്കാണ് ആ ഒരു കപ്പലിലുള്ള ക്യാപ്റ്റൻ അയാളുടെ ബൈനോക്കുലർ വെച്ച് ഇവരെ രണ്ടുപേരെയും കാണുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഹേയ്, രണ്ടുപേരും ആ ഒരു ദ്വീപിലുണ്ട്, അവർ രണ്ടുപേരും അവിടെ എന്തോ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് എന്തായാലും അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ നമുക്ക് കൊള്ളയടിക്കാന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും പെട്ടെന്ന് കരയിലേക്ക് കയറുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് തന്നെ ആ ഒരു കപ്പലിൽ നിന്ന് 4 പേര് അവരുടെ ആ ഒരു ബോട്ടും എടുത്ത് നേരെ ഇവിടേക്ക് വരാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിനും അകത്തേക്ക് ഓടുന്നുണ്ട്. വല്ല കാര്യം ഉണ്ടായിരുന്നു, ഇവിടെ വല്ല ഇരുന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കുറെ ദൂരം ഇവർ ഓടി പോകുന്നതും അവരും പുറകെ തന്നെ വരുന്നുണ്ട്. ഒരവസരത്തിൽ നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യം വന്ന് അതിലൊരുത്തന്നെ ഒരു കമ്പ് വെച്ച് താഴേക്ക് അടിച്ചിട്ടിട്ട് അവന്റെ മുകളിലേക്ക് 2-3 തവണ ഇങ്ങനെ അടിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം കൂടി വന്ന് പെട്ടെന്ന് ഇവരെ രണ്ടുപേരെ അങ്ങ് പിടിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ഒരു തോക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർ ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തിനാ വന്നേ, ഇവിടെ എന്താ ചെയ്യുന്നതെന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ആലോചിച്ചിട്ട് ഒരു കാര്യം പറയുന്നത്. ഞങ്ങൾ ഇന്ന് ചെയ്തത്, ഞങ്ങൾ സത്യം പറയാം, ഞങ്ങൾ രണ്ടുപേരും സ്വർണ്ണം കണ്ടുപിടിക്കുന്നവരാണ്. അങ്ങനെ ഈ ഒരു ദ്വീപിൽ സ്വർണ്ണം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അതന്വേഷിച്ച് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അതുള്ള സ്ഥലം എവിടെയാണെന്ന് ഞങ്ങൾ പറഞ്ഞുതരാന്ന് പറയുമ്പോൾ അവർ പറയും, അങ്ങനെയാണോ, ശരി, ഞങ്ങൾ എല്ലാവരും അവിടേക്ക് കൊണ്ടുപോകും. ഒരുപക്ഷെ അവിടെ സ്വർണ്ണം ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കൊല്ലും എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിനും ഇവരെയും കുട്ടി ആ ഒരു മലയുടെ മുകളിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ ഹീറോ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർ ഇതിനു മുന്നേ ഒരു മലയുടെ മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും ഒരിടത്ത് ഈ ഒരു മണ്ണെല്ലാം ഇടിഞ്ഞു വിടുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്ത് രണ്ടുപേരും ഇവരെ 4 പേരെ അവിടേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇവരോട് രക്ഷപ്പെടുമ്പോൾ അവർ 4 പേരും ആ ഒരു മണ്ണ് ഇടിഞ്ഞ് നേരെ താഴേക്ക് പോവാണ്. ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോയിനും അവിടെ നിന്ന് നല്ല വേഗതയിൽ ഓടിയിട്ട് ഈ ഒരു മലയുടെ അറ്റത്തേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഇനി അങ്ങോട്ട് കടൽ മാത്രമേ ഉള്ളൂ, വേറെ വഴിയില്ല. ഇവരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ അവരും കൊല്ലും. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ആ ഒരു വെള്ളത്തിലേക്ക് കടലിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം. അതേസമയം ഈ ഒരു കൊള്ളക്കാർ നേരെ താഴേക്ക് വീണ് അവർ മരിച്ചിട്ടില്ല. അവർ പറയും, അവരെ രണ്ടുപേരും കണ്ടുപിടിക്കാൻ പോണ്ടേ. ശരി, എന്തായാലും ഈ ഒരു ദ്വീപിൽ നിന്ന് അവരെ രണ്ടുപേരും കണ്ടുപിടിച്ച് കൊന്നിട്ട് നമുക്ക് പോയാൽ മതിയെന്നും പറഞ്ഞ് അവരും ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയിനും ഈ ഒരു ദ്വീപിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നീന്തി കയറി
അതുപോലെ ഇവർ രണ്ടുപേരും പോയി ഇത്രയും അടുത്ത് ഇടപഴകിയത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനെയും ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ ഒരു കടൽ കരയിൽ വെച്ചിട്ട് തന്നെ രണ്ടുപേരും അങ്ങനെ കിസ് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രശ്നം പുറകിൽ നടക്കുമ്പോഴത്തേക്കാണ് ഇതിന്റെ ഇടയിൽ ഇവർക്ക് ഇതിന് സമയം എവിടുന്ന് കിട്ടുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയാവും തോറും ഇവർക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഹീറോയിനെ വിളിച്ച് ഈ ഒരു കാടിനുള്ളിലേക്ക് നടന്നു പോവാണ്. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മുന്നേയും ഏതുപോലത്തെ പ്ലെയിൻ ഈ ഒരു ദ്വീപിലേക്ക് ഇടിച്ചിറക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഒരു വലിയ മരത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് കാണുന്നതും. ഇപ്പൊ നമ്മുടെ ഹീറോ പറയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം, അത് കഴിഞ്ഞ് നാളെ രാവിലെ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് കണ്ടുപിടിക്കാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അന്ന് രാത്രി അവിടെ തന്നെ കിടക്കാണ്. അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ ഫ്രാങ്കും അതേപോലെ തന്നെ അഞ്ജലിക്ക എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, ഇവര് രണ്ടുപേരും ആ ഒരു ഹെലികോപ്റ്ററിൽ ഒരുപാട് അന്വേഷിച്ചിട്ടും ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഫ്രാങ്ക് ആയാലും ആകെ ദേഷ്യപ്പെട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. കാരണം തന്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇവര് രണ്ടുപേരും തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണ് ഫ്രാങ്കിനെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോകും. അതുമല്ല ഫ്രാങ്ക് ആണെങ്കിൽ നല്ലതുപോലെ മദ്യവെച്ചിട്ടുണ്ട്. അകത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു പെണ്ണെന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ ഡ്രസ്സെല്ലാം അഴിച്ചിട്ടിട്ട് ഫ്രാങ്കിന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നതും ഇവ മദ്യവെച്ചത് കൊണ്ട് തന്നെ അവന്റെ കൺട്രോൾ എല്ലാം പോയി. അന്ന് രാത്രി ഇവര് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഫ്രാങ്കിനെ അയ്യോ ഞാൻ ഇന്നലെ എന്താ ചെയ്തേ, എന്റെ ഗേൾ ഫ്രണ്ടിനെ ഞാൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് അവൻ ആകെ കുറ്റബോധം, അവൻ കരയാൻ തുടങ്ങും. അപ്പോഴാണ് ആ ഒരു പെണ്ണ് പറയുന്നത്, എടാ മണ്ട ഒന്നും മിണ്ടാതിരിക്കാൻ കഴിയോ, ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല, നിന്റെ ഗേൾ ഫ്രണ്ടിനെ എന്തായാലും നമുക്ക് കിട്ടും, നീ വിഷമിക്കേണ്ടെന്നെല്ലാം പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്താണ്. അത് കഴിഞ്ഞ് ഇവര് രണ്ടുപേരും കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് അവിടേക്ക് ഒരാൾ വന്നിട്ട്, സാർ ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞങ്ങൾ എല്ലായിടവും അന്വേഷിച്ച് നോക്കിയിരുന്നു. അതുമല്ല ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇവര് യാത്ര പോകുന്ന ആ ഒരു സമയത്ത് അന്തരീക്ഷത്തിൽ നല്ല ഇടിയും മഴയുണ്ടായിരുന്നു. അതിൽ ആ ഒരു പ്ലെയിൻ എന്തെങ്കിലും സംഭവിച്ചു കാണും, ചിലപ്പോൾ അത് തകർന്ന് കടലിലേക്ക് വീണു കാണും, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് മരണപ്പെട്ടു കാണുമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ഫ്രാങ്കിന് സഹിക്കാൻ കഴിയുന്നില്ല. അവനിപ്പോ പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം ഞാനാണ് അവളെ പറഞ്ഞു വിടരുതായിരുന്നു, ഞാൻ എന്റെ ലവറിനെ കൊന്നു എന്നെല്ലാം പറഞ്ഞ് അവനാണെങ്കിൽ നല്ല കരച്ചില്. അങ്ങനെ ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പൊ അടുത്ത ദിവസം കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയെ അടുത്ത് കാണുന്നില്ല. ഇവിടെ പോയെന്നും പറഞ്ഞ് അവളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു മരത്തിന് മുകളിൽ ഹീറോ കയറിയിരിക്കുന്നു. അപ്പോൾ ഹീറോയിൻ ഹേയ് നീ അവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നോക്കാണ്. കാരണം നമ്മുടെ പ്ലെയിനിന് എന്താ ഇല്ലാത്തത്, വീല്. അപ്പൊ ഇതിന്റെ വീലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് വെച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും ആ ഒരു പ്ലെയിന്റെ അടിഭാഗമെല്ലാം ഇളക്കിയിട്ട് അതും കൊണ്ട് അടുത്തുള്ള ആ ഒരു വെള്ളത്തിലൂടെ തന്നെ വെളിയിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത്, അല്ല നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ആ ഒരു പെണ്ണാരാ, അത് നിങ്ങളുടെ കാമുകിയാണോ അതോ ഭാര്യയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, ഹേയ് അവളെന്റെ കാമുകിയോ ഭാര്യയോ അങ്ങനെ ആരുമല്ല, അവൾ എന്നോടൊപ്പം ജോലി ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ നീ പറഞ്ഞതുപോലെ ഞാൻ വിവാഹിതനായിരുന്നു, പിന്നെന്താ നിങ്ങളുടെ ഭാര്യയ്ക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടില്ലേ ഞാനൊരു ഫ്രണ്ടുമായിട്ട് ഒരു ബിസിനസ് ചെയ്യുമായിരുന്നത്, ആ ഒരു സമയത്ത് ഞാനും എന്റെ ഭാര്യയും നല്ലതുപോലെ തന്നെ ജീവിക്കുമായിരുന്നു. പക്ഷേ ഏതോ ഒരു സമയത്ത് അവൾക്ക് അവനുമായിട്ട് എന്തോ ഒരു റിലേഷനായി, അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി, എന്നെ അവൾ ഡിവോഴ്സ് ചെയ്തു. അതുമല്ല അങ്ങനെയുള്ള ഒരു ഫ്രണ്ടിനോടൊപ്പം ബിസിനസ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്റെ ഷെയർ എല്ലാം വിറ്റിട്ട് അത് വെച്ച് ഈ ഒരു പ്ലെയിൻ വാങ്ങി ഈ ഒരു സ്ഥലത്ത് വന്ന് ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഹീറോ ഇങ്ങനെ പറയും. അപ്പൊ ഇതെല്ലാം കേട്ട ഹീറോയിനായാലും ചെറിയ രീതിയിൽ വിഷമം വരുന്നില്ലെന്നിരുന്നാലും അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും ചിരിച്ച് അവസാനം ഈ ഒരു കാര്യം കൊണ്ട് നേരെ ഇവർ വെളിയിലേക്ക് വരികയാണ്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, ആ ഒരു കൊള്ളക്കാരുടെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമുക്കിത് ആ ഒരു പ്ലെയിനിലേക്ക് വെച്ച് കെട്ടിയിട്ട് ഇവിടെ നിന്ന് പോകണമെന്നും പറഞ്ഞ് ഹീറോ ആയാലും ഇപ്പൊ ആ ഒരു ടയർ എടുത്തതിൽ ഫിക്സ് ചെയ്യാണ്. കാരണം വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് വേണം ഇവർക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവരുടെ പുറകിൽ ഒരു ബോംബ് പൊട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കൊള്ളക്കാരി ഇവിടേക്ക് വന്നു. അപ്പൊ ഇവര് രണ്ടുപേരും ഓടി ആ ഒരു പ്ലെയിനിലേക്ക് കയറാനായിട്ട് വരുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയുടെ തോളിലേക്ക് അതിലൊരുത്തെ ഷൂട്ട് ചെയ്യുന്നതും ഹീറോ നേരെ താഴേക്ക് വന്ന് വീഴും. ഹീറോയിനായാലും ഇപ്പൊ ഓടി അടുത്തേക്ക് വന്ന് നിനക്കണ്ട് ഈ ഒരു പ്ലെയിൻ ഓടിക്കാണ്ട് കഴിയോ എന്നെല്ലാം പറഞ്ഞ് അവനെ എടുത്ത് ഒരു വിധത്തിൽ ഇവർ രണ്ടുപേരും ഈ ഒരു പ്ലെയിനിലേക്ക് കയറിയിട്ട് ആ ഒരു പ്ലെയിൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഹീറോ പറയും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു വിധത്തില് ആ ഒരു പ്ലെയിൻ അവിടെ നിന്ന് പറത്തി എടുത്തുകൊണ്ട് പോവാണ്. അപ്പൊ ആ ഒരു കൊള്ളക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഇവർ രക്ഷപ്പെട്ടു. പക്ഷെ ആ ഒരു കൊള്ളക്കാർ ഇവരെ ഷൂട്ട് ചെയ്യുന്നതിന് പകരം അവരുടെ ആ ഒരു കപ്പലിലേക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പൊ അത് തകർന്നു പോയി, അതും തീ പിടിച്ചു. അപ്പൊ കൊള്ളക്കാർ അവിടെ വെച്ച് ഇല്ലാണ്ടായി. അങ്ങനെ ഇവർ രണ്ടുപേരും പറന്നിങ്ങനെ പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പ്ലെയിനിലിങ്ങനെ പോവാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എത്ര നേരം പിടിച്ചിരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എനിക്ക് എന്തായാലും അധികം നേരം പിടിച്ചു നിൽക്കാണ്ട് കഴിയത്തില്ല, അതുകൊണ്ട് ഈ ഒരു പ്ലെയിൻ ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം, അതനുസരിച്ച് നീ പോണം. ഇതല്ലാതെ വേറെ വഴിയില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലാൻഡ് ചെയ്യാനായിട്ട് കൊണ്ട് ഇറക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും അപകടം സംഭവിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ഹീറോയിനോട് പറഞ്ഞു കൊടുത്തിട്ട് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും കരയിലേക്ക് ലാൻഡ് ചെയ്യരുത്, വെള്ളത്തിലേക്ക് മാത്രമേ ലാൻഡ് ചെയ്യാവൂ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്ത് ഹീറോയിൻ ഇപ്പോൾ ആ ഒരു സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഈ ഒരു പ്ലെയിൻ അങ്ങനെ ഓടിക്കണം പറയുന്നത് പോലെ തന്നെ. അതേസമയം ഇവിടെ ആ ഒരു ദ്വീപിലാണെങ്കിലോ അവിടെ ഫ്രാങ്ക് ആണെങ്കിൽ അത്രയും വിഷമത്തിലേ അവളെ കാണാത്തതുകൊണ്ടിരുന്ന് കരയാണ്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു ശബ്ദം കേൾക്കുന്നത് ഇവരുടെ ആ ഒരു പ്ലെയിനിന്റെ. ഇത് കാണുമ്പോഴത്തേക്കും അഞ്ജലിക്ക് ഉണ്ടല്ലോ അവൾക്ക് ഹാപ്പിയായി, കാരണം ആ ഒരു പ്ലെയിൻ ഏതാണെന്ന് അവൾക്കറിയാം. അതുപോലെ ഇവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ നേരെ ആ ഒരു വെള്ളത്തിലേക്ക്
ഈ ഒരു പ്ലെയിൻ ഇടിച്ചങ്ങ് ഇറക്കുന്നതും അവളെ കൊണ്ട് കറക്കി ഇറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം കയറും. പക്ഷെ ഇത്രയും ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വന്ന് ഇവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി വെളിയിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾക്ക് നെറ്റിയിൽ ചെറിയൊരു പരിക്ക് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഹീറോയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു ബോയ് ഫ്രണ്ട് അടുത്തേക്ക് വന്നിട്ട് ഇവരിപ്പോൾ ഈ ഒരു ദ്വീപിൽ സ്റ്റേ ചെയ്യുന്ന 7 ദിവസം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ കഴിയാണ്, അതുപോലെ ഇവർക്ക് ഇന്ന് തന്നെ ഇവിടുന്ന് പോകണം. അപ്പോൾ ആ ഒരു ബോയ് ഫ്രണ്ട് ഫ്രാങ്ക് ഹീറോയിനോട് ഇങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് ഞാൻ ഒരു തെറ്റ് ചെയ്തു. അഞ്ജലിക്കാന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുമായിട്ട് ഞാൻ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്നത് നിന്നോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് പറഞ്ഞ് അത് ഏറ്റു പറഞ്ഞിട്ട് അവൻ ഒരുപാട് സോറി എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് ഹീറോയിന് ഒരു അനക്കമില്ല. കാരണം ഹീറോയിന്റെ മനസ്സിൽ ഇപ്പോഴും ഹീറോ ആണ്. കാരണം അവനോടൊപ്പം അവിടെ കഴിഞ്ഞ ആ ഒരു സമയങ്ങളുണ്ടല്ലോ, അതെല്ലാം അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഹീറോയെ ഒരുപാട് ഇഷ്ടമായി. അവനെ പിരിഞ്ഞിരിക്കാനായിട്ട് ഹീറോയിനെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിലും നമ്മുടെ ഹീറോയിന് വേറെ വഴിയില്ല, ഈ ഒരു സ്ഥലം വിട്ട് അവൾക്ക് പോയേ പറ്റൂ. അങ്ങനെ ഇവർ പോകുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, അന്ന് ഹീറോയെ കാണാൻ വേണ്ടി ഹീറോയിൻ അവിടേക്ക് വന്നിട്ട്, ഓക്കെ ഞാൻ എന്തായാലും ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോകാൻ പോവാണ്, അവസാനമായിട്ട് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. പിന്നെ ഇത്രയും കാലം നീ നിന്റെ ജീവന മറുവായിട്ട് കൊണ്ടുവരുന്ന ആ ഒരു പ്ലെയിൻ അത് ഞാൻ നശിപ്പിച്ചു, സോറി പറയണം, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോയ്ക്കാണെങ്കിലും അവൾ ഇവിടെ നിന്ന് പറഞ്ഞവരായിട്ട് താല്പര്യമില്ല. പക്ഷേ അവളെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല, അവൾക്കാണെങ്കിലും വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അതുകൊണ്ട് ഹീറോ ഒന്നും മിണ്ടാതെ അവസാനം ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും എയർപോർട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ വല്ലാണ്ടിരിക്കുന്ന കാണുമ്പോൾ ഫ്രാങ്ക് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടല്ലേ, ഞാൻ ചെയ്ത് വലിയൊരു തെറ്റ് തന്നെയാണ്, അതിന് ഞാൻ സോറി പറഞ്ഞല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് അവളോട് മാപ്പെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഹേയ് അതുകൊണ്ടൊന്നല്ല, എനിക്ക് ഇനിയിപ്പോൾ നിന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. എന്തു പറ്റി? ഇല്ല, ഞാൻ ഹാരിസുമായിട്ട് ആ ഒരു ദ്വീപിലുണ്ടായിരുന്നപ്പോൾ അവനുമായിട്ട് ചെലവഴിച്ച ആ ഒരു സമയം, അതിലൂടെ തന്നെ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് അവനെ മാത്രം മതി എന്നുള്ള കാര്യം ഫ്രാങ്കിനോട് പറയുമ്പോൾ ഫ്രാങ്കിന് കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിരുന്നാലും ഇവർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പോയാലേ പറ്റൂ. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ആ ഒരു വിമാനത്തിൽ കയറി പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഹീറോയിനെ അവസാനമായിട്ട് കാണാൻ വേണ്ടി ഓടി ഇങ്ങനെ വരുന്നു. അവിടെ വരുമ്പോഴത്തേക്ക് അവളെ കാണുന്നില്ല, ആ ഒരു വിമാനം പോയെന്നും പറഞ്ഞിട്ട് ഹീറോ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ അവൾ കയറി ആ ഒരു ഫ്ലൈറ്റിൽ നിന്നും ടിക്കറ്റും ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്ക് എന്തായാലും പിരിയാൻ കഴിയത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അങ്ങനെ ഓടി വന്ന് ഹീറോയെ കെട്ടിപ്പിടിച്ചിട്ട് രണ്ടുപേരും കൂടി അവിടെ നിന്ന് കിസ് ചെയ്യുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.